ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിന്റെ തീരദേശത്തെ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിവിധ മുന്നണികളിൽ നിന്നും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി ആ നിലപാടിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും UDF-നുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പ് അതിനെക്കുറിച്ചുണ്ടായി. അതിന് മറുപടി എന്ന നിലയിൽ BJP-യുടെ ആരോപണത്തിന്റെ മറുപടി എന്ന നിലയിലും അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഒരു കാരണവശാലും സ്വകാര്യ പങ്കാളിത്തം ഈ മേഖലയിൽ അനുവദിക്കുന്നതില്ല, അത് സർക്കാരിന്റെ അജണ്ടയിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് KMML-ന്റെ മുഴുവൻ പ്രൊഡക്ഷനും അതിൻ്റെ മൂല്യവർദ്ധിതമായ മോണോസൈറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള മിഡ്വെസ്റ്റ് എന്ന കമ്പനിക്ക് ഈ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനം കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേരള നിയമസഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ പ്രസ്താവന പിൻവലിക്കുവാനും 2019-ലുള്ള കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി KMML നടത്തിയിട്ടുള്ള ഈ ഇടപാട് റദ്ദു ചെയ്ത് കേരളത്തിന്റെ തീരദേശത്തെ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കരിമണൽ കൊള്ളയ്ക്ക് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരും ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ മിഡ്വെസ്റ്റ് കമ്പനി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റെഗുലേഷൻസിനകത്ത് വളരെ കൃത്യമായി പറയുന്നു, വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് ദ കമ്പനി ഹാസ് സെലക്ടഡ് ആസ് എ ലീഡിംഗ് കൺസോർഷ്യം പാർട്ണർ ബൈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, a government of Kerala undertaking for strategic technology development and establishment of pilot plant project focused on rare earth elements. ഇത് മാത്രമല്ല പ്രശ്നം, ഇവരെ കണ്ടീഷൻസിനകത്ത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടേ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയൂ. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനാണെന്ന് പറയുന്നത്. ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിനകത്ത് പെടുന്നതാണ് മോണോസൈറ്റും തോറിയവും. തോറിയം പോലെ അപകടകരമായ ഒരു മിനറൽ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലേക്ക് കടന്നുപോയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവും എന്നതുകൊണ്ടാണല്ലോ 2019 പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ കേരള സർക്കാർ അത് ഖനനം മാത്രം പൊതുമേഖലയിലാക്കിയിട്ട് ഖനനം വഴി കിട്ടുന്ന മുഴുവൻ മിനറൽസും പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഈ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇതിനെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നു. ഈ നിലപാടിൽ നിന്നും KMML നിന്നും ഈ എഗ്രിമെന്റിൽ നിന്നും KMML പുറകോട്ട് പോകണം. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു.